ഹലോ. റംസാൻ സ്കൂളുള്ള ദിവസത്തെ എൻ്റെ രാവിലത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയാലോ. അവൻ സ്കൂളിൽ പോയിട്ട് വരുന്നത് വരെയുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പം എന്തായാലും ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി മുതൽ കണ്ടിന്യൂസ് ആയിട്ട് ലോങ് വീഡിയോസ് ഇടാനാണ് എൻ്റെ ഉദ്ദേശം. എന്തായാലും എന്നും ഇങ്ങനെ ഇടണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. കല്യാണം കഴിഞ്ഞ സമയത്ത് എല്ലാവരും പറയും നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞു, ഇനി നമുക്ക് ഉത്തരവാദിത്തങ്ങളൊക്കെ വേണമെന്ന്. പക്ഷേ കല്യാണം കഴിയുമ്പോഴാണോ നമുക്ക് ലൈഫിൽ ഉത്തരവാദിത്തങ്ങളുണ്ടാവണം, അത് കുഞ്ഞുങ്ങളാകുമ്പോഴാണ്? ഞാൻ പറയും കുഞ്ഞുങ്ങളാകുമ്പോഴാണെന്ന്. എനിക്ക് കല്യാണം കഴിഞ്ഞൊന്നും ഒരു വലിയ മാറ്റങ്ങളൊന്നുമേ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ റംസാനായതിനു ശേഷം കുറച്ച് ചേഞ്ചസ് ഒക്കെ വന്നു തുടങ്ങി. പിന്നെ അവൻ സ്കൂളിൽ പോകാൻ തുടങ്ങിയതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സാധാരണ നമ്മൾ അംഗൻവാടി പറഞ്ഞു വിടുന്ന കുഞ്ഞുങ്ങൾക്ക് രാവിലെ എന്തെങ്കിലും സ്നാക്സ് മാത്രമേ കൊടുത്തു വിടേണ്ട കാര്യമുള്ളൂ. ലഞ്ചൊന്നും വലിയ വിഷയമുള്ള കാര്യങ്ങളല്ല. അവിടെ കഞ്ഞി കാര്യങ്ങളൊക്കെ ഉണ്ടതുകൊണ്ട് തന്നെ അത് നമുക്ക് കുഴപ്പമില്ല. പക്ഷേ എൻ്റെ റംസാൻ്റെ കാര്യത്തിൽ അതും നേരെ തിരിച്ചായിരുന്നു. അവൻ കഞ്ഞി അങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിക്കത്തില്ല. ചോറ് അപൂർവമായിട്ടേ കഴിക്കുള്ളൂ. അവനെന്തെങ്കിലും രാവിലത്തെ കാപ്പി അതാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ 2-3 ദിവസം കഞ്ഞിയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് നോക്കിയെങ്കിലും പറ്റാതായപ്പോൾ അവിടുത്തെ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഉച്ചത്തേക്ക് കൂടെ കൊടുത്തു തരണം. അതുകൊണ്ട് തന്നെ ഞാൻ അവന് 3 വയസ്സ് മുതൽ ലഞ്ചും സ്നാക്സും പാക്ക് ചെയ്യാൻ തുടങ്ങിയതാണ്. അന്ന് ലഞ്ചിന് എന്തെങ്കിലും കാപ്പിയാണ് കൊടുത്തു വിടുന്നത്. അവന് അതായിരുന്നു ഇഷ്ടം. പക്ഷേ സ്കൂളിലോട്ട് മാറിയപ്പോഴത്തേക്കും ഇഷ്ടങ്ങളൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. അവന് ലഞ്ചിന് ചോറ് മസ്റ്റായി. എന്തെങ്കിലും കാരണവശാൽ ഒരു ദിവസം ചോറ് കൊടുത്തു വിടാൻ പറ്റിയില്ലെങ്കിൽ അവനും അത് ഭയങ്കര വിഷമമാണ്. എനിക്കും അത് ഭയങ്കര ഒരു ഇതാണ്, അയ്യോ വയറ് വീത്തിട്ടുണ്ടാവും, അങ്ങനത്തെ ചിന്തകളൊക്കെയാണ് വരണത്. അപ്പം സ്കൂളിൽ പോകാൻ തുടങ്ങിയ ശേഷം ലഞ്ചിന് എനിക്കൊരുപാട് ഐഡിയകളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നത് ഓരോ ദിവസം ഓരോ വെറൈറ്റി കറികൾ കൊടുത്തുകൊണ്ടും അങ്ങനെയൊക്കെ. പക്ഷേ അവൻ പൊരിച്ച മീൻ, മുട്ട, മീൻ കറി ഇതല്ലാണ്ട് വെജിറ്റബിൾസ് ഒന്നും തന്നെ കഴിക്കാറില്ല. ഇപ്പോൾ കുറച്ച് അവൻ്റെ ഫ്രണ്ട്സൊക്കെ കഴിക്കുന്നതൊക്കെ കണ്ട് എൻ്റെ കയ്യിൽ വന്ന് പറയുന്നതൊക്കെ പറ്റും പോലെയൊക്കെ ചെയ്ത് കൊടുക്കുന്നുമുണ്ട്. അപ്പം രാവിലെ എണീറ്റ് വന്നു. ഞാനിപ്പം ചെറിയ രീതിയിൽ എക്സസൈസും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നമുക്ക് മീൻ കിട്ടി. അപ്പം മീൻ വാങ്ങാൻ ഉമ്മയാണ് പോയത്. മീൻ ഇന്ന് കിട്ടിയത് മത്തി, മത്തിയും കൊഴിയാള മീനാണ്. എനിക്ക് കൊഴിയാള അത്ര വലിയ താല്പര്യമില്ല. എനിക്ക് ഒരു വിരോധിയാണ് കൊഴിയാള മീനിനോട്. പക്ഷേ എനിക്ക് മത്തി നല്ല ഇഷ്ടമാണ്. മത്തി വറുക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പം ഉമ്മ അതൊക്കെ കൊണ്ട് അടുക്കളയിൽ കയറി. എനിക്ക് എക്സസൈസ് ഉണ്ടായിരുന്നു, തടിയൊക്കെ വല്ലാണ്ടൊക്കെ കൂടുന്നുണ്ട്. അപ്പം ഞാൻ എക്സസൈസൊക്കെ കഴിഞ്ഞിട്ടാണ് നേരെ അടുക്കളയിലോട്ട് പോയത്. അപ്പോഴത്തേക്കും ഉമ്മ മീനൊക്കെ വെട്ടി വൃത്തിയാക്കി അരപ്പും പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിന്ന് കറി വയ്ക്കാൻ ഒരു പ്ലാനും ഇല്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ചെടുത്ത് ഫ്രൈക്ക് വേണ്ടിയിട്ട് എടുത്തിട്ട് ബാക്കി ഫ്രിഡ്ജിലും ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ നേരെ വന്നു. ഉമ്മ ഇഡലിയും ഉണ്ടാക്കി വെച്ചു, അരിയും വടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ചോറ്. അപ്പം പിന്നെ ഞാൻ നേരെ ആദ്യം ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയി. ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി റംസാൻ സ്കൂളിൽ കൊണ്ടുപോകാനുള്ളൊരു മുട്ടയും പൊരിച്ചു. മുട്ട നേരത്തെ പൊരിച്ച് വെച്ചതെന്ന് വെച്ചാൽ അതിൽ നമുക്ക് മീൻ വറുക്കാനിടാമല്ലോ. അപ്പം മീനൊക്കെ വറുത്തെടുത്തതിന് ശേഷം ഈ പൊട്ടറ്റോ ഫ്രൈക്ക് ഞാൻ നേരത്തെ അതായത് പൊട്ടറ്റോയൊക്കെ അരിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും കുറച്ച് പെരുംജീരകപ്പൊടിയും. പക്ഷേ ഇത് വിരകി വെച്ചെങ്കിലും എനിക്കറിയില്ലായിരുന്നു ഇതിങ്ങനെ വെള്ളം പോലെ ഇറങ്ങി വരുമെന്ന്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഒരു തുള്ളി വെള്ളം ചേർത്തിട്ടില്ലെങ്കിലും അതിൽ നിന്ന് ഒരുപാട് വെള്ളം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അരപ്പ് അതായത് പുരട്ടിയ മസാലയൊക്കെ വെള്ളത്തിൽ ഒഴിച്ച് പോയി. പിന്നെ ഞാൻ ഉള്ളതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മുക്കി എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്ത്. സൂപ്പറായിരുന്നു കേട്ടോ. ഇതുവരെയും ട്രൈ ചെയ്തിട്ടില്ല. അവനും കൊടുത്തപ്പോൾ അവന് നല്ല ഇഷ്ടപ്പെട്ടു. അവൻ എൻ്റെ പറയുമ്പോൾ ലഞ്ചിനും സ്നാക്സിനും ഇതേനെ തന്നേയുള്ളൂ. ഞാൻ പറഞ്ഞു 2 നേരമൊന്നും പറ്റത്തില്ല, ഒന്നി ലഞ്ചിനും അല്ലെങ്കിൽ സ്നാക്സിനും. അപ്പോൾ അവന് ലഞ്ചിന് മതി എന്ന് പറഞ്ഞു. പിന്നെ അതൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ട് നേരെ ആശാൻ്റെ ലഞ്ചും സ്നാക്സൊക്കെ പാക്ക് ചെയ്ത്. ലഞ്ചിൽ നിന്ന് മൊത്തം ഫ്രൈ ആയിട്ടുള്ള ഐറ്റംസാണ്. മുട്ട പൊരിച്ചതുകൊണ്ട്, മീൻ പൊരിച്ചതുകൊണ്ട്, പിന്നെ പൊട്ടറ്റോ ഫ്രൈ ഞങ്ങൾ ഒരു സൈഡിൽ നിന്ന് അകത്താക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. റിദാനും നല്ല ഇഷ്ടപ്പെട്ടു, റംസാനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ സ്നാക്സിന് ഇന്ന് കൊടുത്തു വിട്ടത് പാർലി-ജി ബിസ്ക്കറ്റാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നേരെ മുകളിൽ വന്ന് റംസാന് കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ട് ബുക്കൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നും രാവിലെ പെൻസിലിൽ അന്വേഷിച്ച് നടപ്പാണ് എൻ്റെ ജോലി. പുതിയത് അവന് എടുക്കാൻ വേണ്ടിയിട്ട് അവൻ പഴയ പെൻസിലിന് എവിടെയെങ്കിലും കൊണ്ട് മാറ്റി വെച്ച് കളയും. അതുകൊണ്ട് അത് ഞാൻ കണ്ടുപിടിക്കണം.
അപ്പോൾ പതിവ് പോലെ മാറ്റങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് ഇത് ഞാൻ എവിടെയാണ് വെക്കണതെന്ന് എനിക്ക് അറിയാമെന്നുള്ളതുകൊണ്ടും അധികം തപ്പേണ്ടി വന്നില്ല. സാധനം എൻ്റെ കൈ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊന്ന് മോനെയൊക്കെ കൂട്ടിയിട്ട് ഞാൻ കട്ടർ കൊടുത്ത് വിടത്തില്ല. കാരണം തിരിച്ചു വരുമ്പോൾ പെൻസിൽ കുഞ്ഞൻ വിരലിൻ്റെ അത്ര പോലും കാണത്തില്ല, അങ്ങനെ വെട്ടിക്കൊണ്ടുവരും. അതുകൊണ്ട് റേസറും പെൻസിലും കൂടെ കൊടുക്കത്തുള്ളൂ. അതും ബോക്സിലൊക്കെ ആക്കി വെച്ചു. ലഞ്ചും സ്നാക്സൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് വെച്ചിട്ട് അവനെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ബുധനാഴ്ച ദിവസം അവർക്ക് കളറായതുകൊണ്ട് ഞാൻ അന്നാണ് അവന് തലമുടിയിലൊക്കെ ഇതൊക്കെ വരുത്തുന്നത്. അതായത് ജെല്ലൊക്കെ തേച്ചിട്ട് മുടി ഞാൻ വെള്ളം ബന്ധിയിട്ട് കൂട്ടാക്കി വയ്ക്കും. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അവന് കുറച്ച് നേരം അങ്ങനെയൊക്കെ വെച്ചിരിക്കും. അത് കഴിയുമ്പോൾ അവൻ്റെ സ്വഭാവം അങ്ങോട്ട് എടുക്കും, അതെല്ലാം താത്ത് വയ്ക്കും. അത് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. മുടി അങ്ങനെയൊക്കെ ആക്കി വെച്ചിട്ട് കണ്ണാടിയും കൂടെ എടുത്ത് വെച്ച് കൊടുത്ത് അതൊക്കെ വെച്ച് കഴിഞ്ഞ് പിന്നെ എൻ്റെ മോന് കുറച്ച് ഡാൻസ് മസ്റ്റാണ്. അത് കഴിഞ്ഞ് ഡാൻസൊക്കെ കഴിഞ്ഞ് അവൻ്റെ സ്കൂളിൽ പോകാനുള്ള ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോഴത്തേക്ക് തന്നെ ബസ് വരാറായി. ആൻറ്റി വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ നേരെ ബസ് കയറാൻ വേണ്ടിയിട്ട് പോയി. റിദാൻ ഈ കരഞ്ഞുകൊണ്ടിരിക്കണത് എന്തിനാണെന്ന് വെച്ചാൽ ഇക്കച്ചീൻ്റെ കൂടെ സ്കൂളിൽ പോകാൻ, വണ്ടി കയറ്റാൻ പോകാൻ വേണ്ടിയിട്ട്. ഇനി റംസാൻ വരുന്നത് വരെ ഇവിടെ നല്ല കരച്ചിലും ബഹളങ്ങളുമായിരിക്കും. എപ്പോഴും കരച്ചിലായിരിക്കും. റംസാൻ വരാറായെന്ന് മനസ്സിലാകുമ്പോഴത്തേക്ക് പുറത്തിറങ്ങി ഇങ്ങനെ കറങ്ങിക്കൊണ്ട് നടക്കും. അതുപോലെ തന്നെയാണ് റംസാനും. അവനങ്ങ് ദൂരന്നേ വിളിച്ചുകൊണ്ടേ വന്ന് വീട്ടിൽ കയറത്തുള്ളൂ. രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് നേരമൊക്കെ കാണാതിരിക്കുമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കുണ്ടണിയൊക്കെ ചെയ്യുമെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് രണ്ടുപേർക്കും. പിന്നെ ഞങ്ങൾ റോട്ടിൽ ചെന്ന് നിന്ന് ബസ്സൊക്കെ കയറി. സാധാരണ ബസ്സിൽ കയറി തിരിഞ്ഞ് നോക്കി ടാറ്റയൊക്കെ തരുന്ന ആളാണ്. ഇന്ന് മൈൻഡ് പോലും ചെയ്തില്ല, ഓടിപ്പോയി സീറ്റിൽ ഇരിപ്പ് പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും തിരിച്ചു വന്ന് ഫുഡ് കഴിച്ചു. എനിക്ക് ഇഡ്ഡലിയായാലും ദോശയായാലും ചമ്മന്തി സാമ്പാർ ഇതിലേതായാലും ശരി അതിങ്ങനെ ചുറ്റും വേണം, ഇങ്ങനെ മുക്കി മുക്കി കഴിക്കാൻ വേണ്ടിയിട്ട്. റിദാൻ ഇന്ന് പതിവിൽ നേരത്തെ എണീറ്റത് കൊണ്ട് തന്നെ അവൻ ഓൾറെഡി കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും കഴിച്ചു. അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം. ടാറ്റ ബൈ ബൈ, സീ യു.